ഹലോ ഗേയ്സ്, എല്ലാവർക്കും സുധാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിശേഷം എൻ്റെ വിഷു എങ്ങനെയായിരുന്നെന്നാണ്. പുലർച്ചെ എഴുന്നേറ്റ് കണി വെച്ച് തിരുവങ്ങാട് അമ്പലത്തിൽ പോയി ശ്രീരാമസ്വാമിയെ കണ്ടു തൊഴുത് വീട്ടിലെത്തി. ചായ കുടിച്ചു, പിന്നെ നല്ലൊരു സദ്യ ഒരുക്കി, സദ്യ കഴിച്ചു. അങ്ങനെ നമ്മുടെ സമയമായി. തലശ്ശേരിയുടെ വിഷു എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവിടെ മെയിൻ ഐറ്റം പടക്കമാണ്, പൂത്തിരി പടക്കം. അതിനെ തൃശ്ശൂർ പടക്കം എന്ന് പറയും, പക്ഷെ ഇവിടെ പൊട്ടാസം എന്നാണ് ഇവർ പറയുക. എൻ്റെ വിബിയേട്ടനും മോനും, പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റും, പിന്നെ എൻ്റെ അമ്മായിമ്മ, നാത്തൂൻ്റെ മോള് മീനുട്ടി, എല്ലാവരും കൂടി പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ വിഷുവിൻ്റെ മെയിൻ ഐറ്റം. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പടക്കം വാങ്ങും, അത് പൊട്ടിച്ചാലാണ് ഇവർക്ക് സമാധാനം. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. ഈ നാട്ടിൽ വിഷുവിന് ഡ്രസ്സ് എടുക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പടക്കത്തിനാണ്, ഭക്ഷണത്തിനുമല്ല. അതെനിക്ക് മനസ്സിലായി. എൻ്റെ മോനും അതുപോലെ പൂത്തിരി കത്തിക്കാൻ പറഞ്ഞപ്പോൾ പൂത്തിരിയുടെ കവറുണ്ടല്ലോ, ആ ഒരു പെട്ടി കത്തിക്കുക ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പൂത്തിരി പടക്ക വിശേഷങ്ങളിലേക്ക് പോകാം. ഫുള്ള് പടക്കം പൂത്തിരി. കുറേ വീഡിയോ എടുത്തു, പക്ഷേ കുറച്ച് മാത്രമാണ് ഞാനിതിലേക്ക് ഇടുന്നുള്ളൂ. കാരണം അത്രയും ഇട്ട് കഴിഞ്ഞാൽ ഫോൺ ജാമായി പോകും. കാരണം അത്ര അധികം ഉണ്ട്. പിന്നെ എനിക്ക് നേരില്ല ഈ ഫോൺ പിടിച്ച് അത്രയും വീഡിയോ പിടിക്കാനായിട്ട്. കാരണം എനിക്ക് പിന്നെ പൂത്തിരി കത്തിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് കാണാലോ നമ്മുടെ വീഡിയോസ് എന്തൊക്കെയാണ്. ഏതാണ് ഗൈസ് കത്തിച്ചത്? ഇതാണോ ഗൈസ്? അപ്പൊ ഗൈസ് അത് കത്തുവോ? ഉറപ്പില്ല ഗൈസ്. കത്തും ഗൈസ്, കത്തൂല ഗൈസ്, കത്തും ഗൈസ്. നെക്സ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ട്രെയിന് എടാ ട്രെയിന്. ഇന്നത്തെ എല്ലാം ഏകദേശം കുറച്ച് ബാക്കി വയ്ക്കാം, നമുക്ക് നാളേക്കൽക്ക് കത്തിക്കാനായിട്ട്. ഇതാണ് നാട, തലശ്ശേരിത്തെ നാട, തൃശ്ശൂരിത്തെ വള്ളിപ്പടക്കം, തീപ്പെട്ടി പടക്കം. അല്ല, തീപ്പെട്ടി പൂത്തിരി തരൂ, എനിക്ക് ഒരെണ്ണം. എനിക്കൊരെണ്ണം തായോ, കണ്ടോ, എനിക്ക് മാത്രം തരൂ. എങ്ങനെ പിടിച്ചാൽ എങ്ങനെയൊക്കെ. തീപ്പെട്ടി പൂത്തിരി, തീപ്പെട്ടി പൂത്തിരി. കണ്ടോ, സ്റ്റാർ വീഴുന്നുണ്ടോ, എന്തൊരു ഭംഗിയാണ്. അങ്ങനെ മീനു മത്താപ്പൂ പൂക്കുറ്റി കത്തിക്കാൻ പോവുകയാണ്. കത്തട്ടെ അങ്ങട്. അപ്പോ കത്തട്ടെ. അതെന്താ സംഭവം? തൂറ്റിപ്പോയി, മാറിക്കോട്ടാ. പെട്ടെന്ന് മേലേക്ക് തീർക്കുക. മാറ, എൻ്റെ മോൻ്റെ ഡാൻസ് കണ്ടേ. കളിക്കേ ഇതെന്തിട്ട് കളി. ചക്രം കത്തിക്കുകയാണ്. ചാട്